അസ്വസ്ഥതകൾ ഇല്ലെങ്കിൽ സ്വസ്ഥമായിരിക്കും. ഇല്ല, അങ്ങനെ ആവില്ല. സ്വസ്ഥമായിരിക്കുമ്പോൾ മാത്രമാണ് അസ്വസ്ഥതകൾ ഇല്ലാതാവുന്നത്. നിങ്ങൾ ചിന്തിക്കുന്നത് നേരെ തിരിച്ചാണ്. അസ്വസ്ഥതകൾ ഇല്ലെങ്കിൽ സ്വസ്ഥമായിരിക്കും എന്ന് പറയുന്നത് തെറ്റാണ്. നിങ്ങൾ ഒരു കാര്യം ഓർമ്മിപ്പിക്കാം, എല്ലാവരോടും പലപ്പോഴും പറഞ്ഞ കാര്യങ്ങളാണ്. നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാവും. ആഗ്രഹ സഫലീകരണം യഥാർത്ഥത്തിൽ നടക്കണമെങ്കിൽ നമുക്ക് മനസ്സ് സ്വസ്ഥമാകണം. എങ്കിൽ മാത്രമാണ് ആഗ്രഹ സഫലീകരണം നടക്കുക. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത്, ആഗ്രഹങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. ഇപ്പൊ ഇന്നത്തെ ക്ലാസ് പറയാൻ പോകുന്ന കാര്യം അത് തന്നെ, ആഗ്രഹങ്ങൾ എങ്ങനെ നടക്കുന്നു എന്നതിനെ പറ്റിയിട്ടാണ്. അപ്പൊ ആഗ്രഹങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും, സ്വാഭാവികമായ പ്രക്രിയയാണ്. പക്ഷേ ആഗ്രഹങ്ങൾ ലഭിക്കാതിരിക്കുമ്പോൾ നമ്മൾ അസ്വസ്ഥമാകുന്നു എന്നതാണ് സത്യം, അല്ലേ? അങ്ങനെയല്ലേ സംഭവിക്കുക? നമ്മൾ എപ്പോഴാണ് അസ്വസ്ഥമാകുന്നത്? നമ്മൾ വിചാരിച്ചൊരു കാര്യം നടക്കാതിരിക്കുമ്പോഴാണോ നമ്മൾ അസ്വസ്ഥമാകുന്നത്, അല്ലെ വെറുതെ അസ്വസ്ഥമാകുമോ? ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയേ. എല്ലാവരും വെറുതെ അസ്വസ്ഥമാകാറുണ്ടോ? യെസ് ഓർ നോ? യെസ് ഓർ നോ? പെട്ടെന്ന് എടുക്ക്. വെറുതെ അസ്വസ്ഥമാകുന്ന എത്ര പേരുണ്ട് ഇവിടെ? വെറുതെ ഇരിക്കുമ്പോൾ അസ്വസ്ഥമാകും. അല്ല, വെറുതെ ഇരിക്കുമ്പോൾ അസ്വസ്ഥമാകും, പക്ഷെ അങ്ങനെ ഇല്ലല്ലോ. ഇല്ല, വെറുതെ അസ്വസ്ഥമാകില്ല. നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കാതിരിക്കുമ്പോഴാണ് അസ്വസ്ഥമാകാറുള്ളത്. യെസ് ഓർ നോ? അല്ലേ? രണ്ടാമത്തെ ചോദ്യം, ആഗ്രഹം നടക്കാതിരിക്കുമ്പോഴാണ് നമ്മൾ അസ്വസ്ഥമാകാറുള്ളത്. അങ്ങനെയാണെങ്കിൽ അതിനെ തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കിയേ. അസ്വസ്ഥമാകുമ്പോൾ ആഗ്രഹങ്ങൾ നടക്കില്ല എന്നതല്ലേ എന്റെ അർത്ഥം? രണ്ടോന്നല്ലേ? അല്ലേ? അസ്വസ്ഥമാകുമ്പോൾ ആഗ്രഹങ്ങൾ നടക്കില്ല. ആഗ്രഹങ്ങൾ നടക്കണമെങ്കിൽ അസ്വസ്ഥമാകാതിരിക്കണം. അപ്പോൾ നമുക്ക് അസ്വസ്ഥയാകുക എന്ന് പറയുന്നത് ആഗ്രഹം നടക്കാതിരിക്കുമ്പോൾ ആണെങ്കിൽ, നമ്മൾ ആദ്യം സ്വസ്ഥമായി ഇരുന്നാൽ ആഗ്രഹം നടക്കുമെന്നല്ലേ എന്റെ അർത്ഥം? ഇതല്ലേ മനസ്സിലാക്കേണ്ടത്? ഇവിടെയല്ലേ യഥാർത്ഥത്തിൽ നമ്മൾ തോറ്റുപോകുന്നത്. എത്ര പേര്, നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് എന്താണെന്നറിയോ? സ്വസ്ഥമാകണം, എന്റെ കാര്യങ്ങളെല്ലാം നേടിയാൽ ഞാനൊന്ന് സ്വസ്ഥമായേനെ, എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്, അതെല്ലാം ഒന്ന് ലഭിച്ചാൽ ഞാനൊന്ന് സ്വസ്ഥമായേനെ. ഇനി അത് കൊല്ലത്ത് എന്നോട് എല്ലാവരും പലരും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, മാനെ സാറേ മകന്റെ കല്യാണം ഒന്ന് കഴിഞ്ഞ് കിട്ടി ഞാൻ സ്വസ്ഥമായേനെ. അയ്യോ, മകന്റെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ പ്രശ്നം തുടങ്ങുന്നത്. ഇതുവരെ തുടങ്ങാത്ത പ്രശ്നങ്ങളൊക്കെ അപ്പോഴാ തുടങ്ങാൻ പോകും, ഇല്ലേ? പലരും പറയണേനും ഒന്ന് മകൾക്കൊരു ജോലി കിട്ടിയിരുന്നെങ്കിൽ, മകനൊരു ജോലി കിട്ടിയത് ഞാൻ സ്വസ്ഥമായേനെ, അല്ലെങ്കിൽ ഞാൻ കൊടുത്ത പൈസകൾ തിരിച്ചു കിട്ടിയെങ്കിൽ ഞാനൊന്ന് സ്വസ്ഥമായേനെ, കുറച്ച് സാമ്പത്തിക പരാതി മാറിയിരുന്നെങ്കിൽ ഞാനൊന്ന് സ്വസ്ഥമായേനെ. ഇതല്ലേ ഇപ്പോൾ നിങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇങ്ങനെയല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അസ്വസ്ഥതകൾ ഇല്ലെങ്കിൽ സ്വസ്ഥമായിരിക്കും. അത് തന്നെയാണ് ഇവിടുത്തെ പോയിന്റ്. ഈ പറഞ്ഞാണ്, അസ്വസ്ഥതകൾ ഇല്ലെങ്കിൽ സ്വസ്ഥമായിരിക്കും. ഇല്ല, അങ്ങനെ ആവില്ല. സ്വസ്ഥമായിരിക്കുമ്പോൾ മാത്രമാണ് അസ്വസ്ഥതകൾ ഇല്ലാതാവുന്നത്. നിങ്ങൾ ചിന്തിക്കുന്നത് നേരെ തിരിച്ചാണ്. അസ്വസ്ഥതകൾ ഇല്ലെങ്കിൽ സ്വസ്ഥമായിരിക്കും എന്ന് പറയുന്നത് തെറ്റാണ്. സ്വസ്ഥതയുണ്ടാകുമ്പോൾ മാത്രമാണ് നമുക്ക് നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്നത്. ഇത് രണ്ട് തെറ്റായ രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നത്, നമ്മൾ എടുക്കുന്നത്. ഇങ്ങനെയാണ് ബ്രെയിനിന്റെ പ്രവർത്തനം, ഇങ്ങനെയാണ്. അത് നിങ്ങളാരും തെറ്റല്ല, അതൊരു ബ്രെയിനിന്റെ പ്രവർത്തനം എങ്ങനെ ആയതുകൊണ്ടാണ്. ഞാൻ ഒന്നുകൂടി പറയാം. മനസ്സ് സ്വസ്ഥമാകുമ്പോൾ മനസ്സിലെ ആഗ്രഹങ്ങൾ സഫലീകൃതമാകുന്നു. എല്ലാവരും ഒന്ന് പറഞ്ഞു നോക്കിയേ, എഴുതി നോക്കിയേ. എഴുതി വെച്ചോളൂ, നിങ്ങൾ പുസ്തകത്തിൽ എഴുതി വെച്ചോളൂ.
ഇത് കൃത്യമായി പ്രാക്ടീസ് ചെയ്തെടുക്കാൻ എല്ലാവർക്കും പലർക്കും തോന്നും ഇതൊക്കെ എനിക്ക് അറിയാമല്ലോ എന്ന് പറയുന്ന കുറേ ആൾക്കാരിവിടെ ഉണ്ട്. പക്ഷെ അറിഞ്ഞിട്ട് കാര്യമില്ല, പ്രാക്ടീസ് ചെയ്യുന്നില്ല, ഇത് പ്രാബല്യത്തിൽ വരുത്തുന്നില്ല. മനസ്സ് സ്വസ്ഥമാകുമ്പോൾ മാത്രമാണ് ആഗ്രഹങ്ങളുടെ സഫലീകരണം നടക്കുന്നത്. അപ്പോൾ മാത്രമാണ് മാനിഫെസ്റ്റേഷൻ എല്ലാം വർക്ക് ചെയ്യാൻ തുടങ്ങുന്നത്. മിനിയാന്ന് ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഭയങ്കര രസമുള്ളൊരു കാര്യം ഉണ്ടായി. ഞങ്ങളവിടെ പുറത്തൊക്കെ കറങ്ങി പല സ്ഥലങ്ങളിലൊക്കെ പോയി. ഞങ്ങൾക്ക് ട്രെയിൻ ഉള്ളത് 4:55 കൊല്ലത്ത് ട്രെയിൻ. ഞങ്ങളവിടെ പോയി ലാസ്റ്റ് എത്തുമ്പോൾ 4:45 റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തെത്തി. അപ്പോൾ ഇതിന് സമയമുണ്ടല്ലോ എന്ന് കരുതിയിട്ട് അവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ചായ കുടിക്കാൻ വേണ്ടി കയറി. അവിടെ ഇരുന്നപ്പോൾ സമയം നോക്കി മറന്നുപോയി. സമയം തിരിച്ചു നോക്കിയപ്പോൾ 4:50 4:50 ആയി. 4:55 ട്രെയിൻ എത്തുക. പിന്നെ അവിടുന്ന് 5-6 മിനിറ്റോളം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനുണ്ട്. ഓടിച്ചാടി ടാക്സിക്കാരൻ കൊണ്ടുവിടാൻ നോക്കിയാൽ പിന്നെ അവിടുന്ന് ലഗേജ് ഉണ്ട്. എല്ലാം കഴിയുമ്പോൾ ഞങ്ങൾക്ക് ട്രെയിൻ എന്തായാലും പോകും. കാരണം 4:55 ട്രെയിനകത്തേക്ക് എത്തൂല. പ്ലാറ്റ്ഫോം നമ്പർ 2 വരണം. ഞങ്ങൾ പിന്നെ അടുത്ത ഐഡിയ അറിയാമല്ലോ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. കുറച്ച് മുമ്പിട്ട് വരുമ്പോൾ ഞാൻ പറഞ്ഞു ഏതായാലും 10 മിനിറ്റ് ട്രെയിൻ ലേറ്റ് ആവും, തിരക്കൂട്ടണ്ട, ഓടി പതുക്കെ പോയാൽ മതി എന്ന് കയറി. പിന്നെ ഞങ്ങള് നമ്മളെ കയ്യിലുള്ള ആ വജ്രായുധം എടുത്തങ്ങ് ഉപയോഗിച്ചു. ട്രെയിൻ വന്നു കഴിഞ്ഞാൽ പിന്നെ വേറെ വഴിയില്ല. ഇട്ട് കഴിഞ്ഞാൽ ആ വജ്രായുധം ഉപയോഗിച്ചു നല്ല സ്വസ്ഥതയോട്, ഒരു ടെൻഷൻ അടിച്ചില്ല. ടാക്സിക്കാരനോട് അവനോട് പറഞ്ഞു, അവനെ കൊണ്ടു നിർത്തി. അപ്പോൾ ഒരു കൂലി വന്നു. അവനോട് പറഞ്ഞു ട്രെയിൻ വന്ദേ ഭാരതാണ്, പോയാൽ പോയി. അവന് സാറേ വന്ദേ ഭാരത് ഇപ്പൊ പോകും, എങ്ങനെ എത്തും? ഞാൻ പറഞ്ഞു വിട്ടോ, ഇപ്പൊ അതൊക്കെ വാ നമുക്ക് ശരിയാക്കാം എന്ന് പറഞ്ഞ് ഇവിടെ എത്തി. ഞങ്ങള് ക്രോസ് ചെയ്ത് ഇപ്പുറത്ത് വന്നു. അവന് കുറെ ഈ ലഗേജ് ഉള്ളതുകൊണ്ട് അപ്പുറത്തെ കൊണ്ടുവരാൻ പറ്റാത്ത അവൻ റെയിൽവേ ഇങ്ങനെ ക്രോസ് ചെയ്ത് കൊണ്ടുവന്നു. 4:55 പോകേണ്ട ട്രെയിൻ എത്തിയത് 5:05. 10 മിനിറ്റ് അവിടെ 10 മിനിറ്റ് ലേറ്റ് ആന്ന് പറഞ്ഞ് കൃത്യം 10 മിനിറ്റ് ട്രെയിൻ ലേറ്റ്. ഞങ്ങൾ സ്വസ്ഥമായി കയറി സ്വസ്ഥമായി വന്നു. എന്ന് വെച്ചാൽ ഞങ്ങൾ അവിടെ നിന്ന് പാനിക് ആയിരുന്നെങ്കിൽ ആ ട്രെയിൻ 4:55 തന്നെ പോകുമായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് ഓക്കെ ശരിയാണ് 10 മിനിറ്റ് ലേറ്റ് ആവും, നമുക്ക് പതുക്കെ പോകാം എന്ന് വെച്ചാൽ എല്ലാവരും ഇത് പറയണമെന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. അതിനൊരു അവസ്ഥയുണ്ട്. ആ അവസ്ഥ കടന്നു വരുമ്പോൾ അതൊക്കെ നമുക്ക് അനുകൂലമായി മാറും. ഇന്നും അങ്ങനെ തന്നെയായിരുന്നു കാലിക്കറ്റ് എത്തിയപ്പോഴും. ഇന്ന് പിന്നെ അങ്ങനെ പ്രാക്ടീസ് ചെയ്തില്ല, നല്ല സുഖമായിട്ട് വന്നു. ഇന്നലെ തിരിച്ചു വരാനുള്ള ടിക്കറ്റ് കിട്ടുമെന്ന് ഡൗട്ടായിരുന്നു, പക്ഷെ ഇത് കിട്ടി. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ആഗ്രഹ സഫലീകരണം നമുക്ക് എങ്ങനെയാണ് സാധ്യമാകുന്നത് എന്നുള്ളതാണ്. നമ്മൾ എന്ത് കാര്യം വിചാരിച്ചാലും അത് സംഭവിക്കണമെങ്കിൽ ആദ്യം ഈ മനസ്സ് സ്വസ്ഥമാവണം. മാനിഫെസ്റ്റേഷൻ ഞാൻ പറഞ്ഞതിന്റെ യഥാർത്ഥത്തിൽ നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരോട് പറയാനുള്ളത്, മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യണമെങ്കിൽ അവിടെ സ്വസ്ഥത അനുഭവിച്ചാൽ മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ, അല്ലാത്തടത്തോളം അത് വർക്ക് ചെയ്യത്തില്ല എന്നുള്ള. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ക്ലാസ്സുകളുടെയൊക്കെ ആദ്യത്തെ സ്റ്റെപ്പ് 4 കോഴ്സുകൾ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് സ്വസ്ഥത, ചിന്തകളെ മനസ്സിൽ നിന്ന്. നേരത്തെ ഉച്ചയ്ക്ക് ക്ലാസ് നമ്മൾ 3 നേരമായിട്ടാണ് ക്ലാസ്സുകൾ എടുക്കുന്നത് അല്ലേ. ഉച്ചയ്ക്ക് ഞാൻ ക്ലാസ്സിൽ കയറിയപ്പോൾ ആരാ പറഞ്ഞ നമ്മുടെ ഒരു സ്റ്റുഡന്റ് പറയുന്ന കേട്ടിരുന്നു, ഇതുവരെ അങ്ങനെ മനസ്സിനെ വീക്ഷിക്കുന്ന ഒരു പരിപാടിയേ ഉണ്ടായിട്ടില്ല, അത് എങ്ങനെയോ നടന്നു പോകുന്നു എന്ന് മാത്രം ചിന്തിച്ചപ്പോൾ 2 ദിവസമായിട്ട് ക്ലാസ്സിൽ കയറി 2 ദിവസമായിട്ട് മനസ്സിനെ വീക്ഷിക്കാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലാവുന്നത് ഇത്രയൊക്കെ എന്തിനാണ് ഞാൻ ചിന്തിച്ചു കൂട്ടുന്നത് എന്ന് മനസ്സിലാക്കുകയും അതിനെ ഒന്ന് കൺട്രോൾ ചെയ്യുന്നില്ലെങ്കിലും മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് തുടങ്ങിയെന്നുള്ളത്. അതാണ് ആദ്യത്തെ തുടക്കം. ഈ തുടക്കത്തിൽ നിന്ന് മാത്രമാണ് രതിയാണ് സംസാരിച്ചത്. ഓക്കെ, ഈ തുടക്കത്തിൽ നിന്ന് മാത്രമാണ് നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കടന്നു പോകാൻ പറ്റുന്നത്. പിന്നെ ഞാൻ കൊല്ലത്ത് വെച്ച് രാഖി പറഞ്ഞതും അതുപോലെ ശ്രീലത പറഞ്ഞതും, അല്ലെങ്കിൽ മറ്റൊരു നമ്മുടെ ഒരു ഫാമിലി വന്നിരുന്നു, ഒരു പേര് ശ്രീ കല, എന്താണ് ഒരു പേര് മറന്നുപോയി, ഫാമിലി ഉണ്ടായിരുന്നല്ലോ ഒരാൾ,
അവരൊക്കെ പറഞ്ഞത് നമ്മുടെ ക്ലാസ് കേട്ടതിന് ശേഷം ഇതൊക്കെ പ്രാക്ടീസ് ചെയ്തപ്പോൾ അത്ഭുതകരമായ മാറ്റം ക്ലാസ് നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകൾ, നമ്മുടെ യൂട്യൂബ് ക്ലാസ്സുകൾ, അത് ലൈവ് ക്ലാസ്സുകൾ കേട്ടതിന് ശേഷം അത്ഭുതകരമായിട്ട് മനസ്സിനെ മാറ്റാൻ അവരെ കൊണ്ട് സാധിച്ചു എന്നും, എന്ത് വിചാരിച്ചാൽ ഇതൊക്കെ നടക്കുന്ന അവസ്ഥയിലേക്ക് വന്നു എന്നും, ചില കാര്യങ്ങൾ എന്ത് വിചാരിച്ചെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള അലൈൻമെന്റ് ചെയ്യാൻ പറ്റുമ്പോൾ എല്ലാം സാധ്യമാകുന്നു എന്നാണ് പറഞ്ഞത്. ശ്രീലത സന്തോഷ്, ശ്രീലത ആൻഡ് സന്തോഷ് രണ്ടുപേരും വളരെ പീസ്ഫുള്ളായി, വളരെ സ്വസ്ഥമായി അവിടെ ഇരുന്ന കാര്യങ്ങൾ, വളരെ എന്താ പറയാ, നല്ലൊരു ഫാമിലി എൻവയറമെന്റ്. എനിക്ക് ഭയങ്കര, ഞാൻ ഇന്ന് ട്രെയിനിൽ ഇരുന്നപ്പോൾ അവരെ പറ്റി സംസാരിച്ച് പറഞ്ഞു, അത്രയും നന്നായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സാധിച്ചു വന്നു. ഞാൻ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. നമുക്ക് ഏത് ആഗ്രഹവും, ഞാൻ നിങ്ങളുടെ അവിടെ ചാരിറ്റി ട്രസ്റ്റിന്റെ കാര്യം സംസാരിക്കുന്നതിൽ പറഞ്ഞൊരു കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കാം. ആത്മീയത എന്ന് പറയുന്നതോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും നേടണമെന്ന് ആഗ്രഹിക്കുന്നത് എല്ലാം സ്വസ്ഥമായി ഇരുന്നിട്ട് കൊണ്ട് നേടേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ മാത്രമേ ആ നേടിയതിനൊക്കെ അർത്ഥമുണ്ടാവുകയുള്ളൂ എന്ന്. അല്ലെങ്കിൽ ധർമ്മം എന്ന കാര്യം നാം സാധ്യമാകുമ്പോൾ മാത്രം, ധർമ്മം അനുഷ്ഠിക്കുമ്പോൾ മാത്രമാണ് ഈ മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായി, നമ്മുടെ ഒരു ആഗ്രഹത്തെ, നമുക്കുണ്ടാകുന്ന ഒരു ആഗ്രഹത്തെ നമുക്ക് ലഭിക്കണമെന്ന് നമ്മൾ ചിന്തിക്കുകയും അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന പ്രക്രിയക്കാണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. അത് സാധ്യമാവണമെങ്കിൽ മനസ്സ് സ്വസ്ഥം. അല്ലാതെ നിങ്ങൾ ഏത് ടെക്നിക്ക് ഉപയോഗിച്ചിട്ടും കാര്യമില്ല. മനസ്സ്, അതുകൊണ്ടാണ് മെഡിറ്റേഷൻ ചെയ്തിരുമ്പോൾ ഇത്രയും റിസൾട്ട് നമുക്ക് കിട്ടുന്നത്. മെഡിറ്റേഷൻ ചെയ്ത സമയത്ത് തന്നെ ചെയ്യുമ്പോൾ റിസൾട്ട് വരുന്നത്, അഫർമേഷൻ എഴുതിയപ്പോൾ റിസൾട്ട് വരുന്നതൊക്കെ മനസ്സ് അത് കേൾക്കുമ്പോൾ വളരെ സ്വസ്ഥമാകുന്നു, അതിന്റെ റിസൾട്ട് വരും. അപ്പോൾ ഈ ലോ ഓഫ് അട്രാക്ഷൻ, ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നമ്മുടെ പല കാര്യങ്ങളും നേടാനുള്ള ഏറ്റവും ലളിതമായ ഒരു സംഭവമാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ലോ ഓഫ് അട്രാക്ഷന്റെ പുതിയ രൂപത്തിൽ, പുതിയ ഭാവത്തിൽ വീണ്ടും ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങുന്നു. പുതിയ ഭാവത്തിൽ, പുതിയ രൂപത്തിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി പണ്ട് ഉണ്ടായ നിങ്ങളിൽ നിന്ന് നിങ്ങൾ ഒരുപാട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതായത് നിങ്ങൾ ഒരുപാട് സ്വസ്ഥതയിൽ എത്തിയിരിക്കുന്നു, ഒരുപാട് റിസൾട്ടുകൾ നിങ്ങൾ കണ്ടിരിക്കുന്നു. ഇനി അതിന്റെ മുകളിലുള്ള റിസൾട്ടുകളാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ആവശ്യമുള്ളത്. അതുകൊണ്ട് കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ടുള്ള, കുറച്ചും കൂടി സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ് ഇപ്പോൾ ഈ മാസം ഞാൻ തുടങ്ങാൻ പോകുന്നു. അത് കുറച്ചും കൂടി കൃത്യമായി അലൈൻഡ് ചെയ്ത് എത്തിയവർക്കുള്ള ബേസിക്കുള്ള ആദ്യമായിട്ട് ലോ ഓഫ് അട്രാക്ഷൻ ചെയ്യുന്നവർക്കല്ല, അവർക്ക് ഓൾറെഡി നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ് ഉണ്ട് ഫസ്റ്റ് ഉള്ളവർക്ക്. അത് കഴിഞ്ഞിട്ട് അതിനപ്പുറത്തേക്ക് കുറച്ചും കൂടി വലുതായിട്ട് ചിന്തിച്ച് വലുതായ കാര്യങ്ങൾ നേടാൻ സാധിച്ചവർക്ക്, മറ്റ് സാധാരണ ടെക്നിക്കുകളിലൊക്കെ കുറെ റിസൾട്ട് കിട്ടിയവർക്ക് കുറച്ചും കൂടി വലിയ രീതിയിൽ വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ലോ ഓഫ് അട്രാക്ഷന്റെ പുതിയൊരു ബാച്ച് ലൈവായിട്ട് തന്നെ ഞാൻ ലൈവായിട്ട് എടുക്കാൻ പോവുകയാണ്. അതിന് താമസിയാതെ തുടങ്ങും. എന്തിനാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ, ഞാൻ വെൽത്തിനെ മാത്രമല്ല അവിടെ ഫോക്കസ് ചെയ്യുന്നത്, വെൽത്ത് ഒരു ഘടകം തന്നെയാണ്. ലോ ഓഫ് അട്രാക്ഷനിൽ ആരോഗ്യം നമുക്ക് നോക്കാനുണ്ട്, ബന്ധങ്ങളെ അവിടെ ശരിയാക്കാനുണ്ട്, അതുപോലെ തന്നെ കുട്ടികളുടെ കാര്യത്തിൽ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കാനുണ്ട്, അതുപോലെ സ്കൂൾ പഠനത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കാനുണ്ട്. അപ്പൊ കുട്ടികൾക്ക് വേണ്ടി മാത്രം, പഠനത്തിന് വേണ്ടി മാത്രമായിട്ടുള്ള ലോ ഓഫ് അട്രാക്ഷനും, അതുപോലെ തന്നെ മറ്റതില് റിലേഷൻഷിപ്പും ആരോഗ്യവും ബന്ധങ്ങളും ആരോഗ്യവും കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ലോ ഓഫ് അട്രാക്ഷൻ അങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ ആഴ്ച ഓൾറെഡി നിങ്ങൾ പ്രസീത പോസ്റ്റുകൾ അയക്കും, നിങ്ങൾ ജോയിൻ ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ തന്നെ മനസ്സ് സ്വസ്ഥമാക്കാൻ പുതിയതായിട്ട് ചേരുന്നവരോട് എല്ലാവരും ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട്. അവിടെ കൊല്ലത്ത് നേരിട്ട് കണ്ടപ്പോൾ നിങ്ങൾ എന്തായാലും എത്രയായാലും ആകെ കൂടി നമ്മൾ ചെറിയൊരു എമൗണ്ട് മാത്രമേ നമ്മൾ മെമ്പർഷിപ്പിന് എടുക്കുന്നുള്ളൂ. അപ്പൊ നിങ്ങൾ ഇത് എങ്ങനെയാണോ മെമ്പർഷിപ്പ് എടുക്കുന്നത് അതുപോലെ ഒന്ന് എടുത്തിട്ട് നിങ്ങൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്യണം. ചിന്തകളെ വീക്ഷിക്കാൻ തുടങ്ങണം, മനസ്സിനെ സ്വസ്ഥമാക്കാൻ പ്രാക്ടീസുകൾ ചെയ്യണം. ഒന്നും ചെയ്യാതെ മാറും എന്ന് പറഞ്ഞ് നടക്കരുത്. അങ്ങനെ മാറില്ല. കാരണം ഇതെല്ലാം നമ്മുടെ ബ്രെയിനിന്റെ സിസ്റ്റംസ് ആണ്. ബ്രെയിനിനെ തിരിച്ച് പ്രോഗ്രാം ചെയ്യുക മാത്രമാണ് സംഭവിക്കുന്നത്. അപ്പോഴാണ് ഈ മാറ്റങ്ങളൊക്കെ വരുന്നത്. അല്ലാതെ എവിടെയെങ്കിലും പോയിട്ട് ആരെങ്കിലും പൂജാകർമ്മങ്ങൾ ചെയ്തു ഇതൊക്കെ മാറ്റപ്പെടുന്നതൊക്കെ ശുദ്ധ അസംബന്ധമാണ്. അങ്ങനെയൊന്നും സംഭവിക്കില്ല. അല്ല, പൂജ കൊണ്ട് തെറ്റെന്നല്ല പറഞ്ഞത്. പൂജ ചെയ്യുമ്പോഴും നിങ്ങളുടെ മനസ്സിൽ മാറ്റം വന്നില്ലെങ്കിൽ ഒന്നും വർക്ക് ചെയ്യില്ല എന്ന് വീണ്ടും ആണയിട്ട് പറയുന്നു. കാരണം അതിന്റെ തത്വം അതാണ്. നെഗറ്റീവിറ്റി സംസാരങ്ങൾ, നെഗറ്റീവ് കാര്യങ്ങൾ ഏതാണെന്ന് തിരിച്ചറിയുക, അതിനെ മാറ്റപ്പെടുത്തുക. പല കാര്യങ്ങളും പലതും നമുക്ക് ആവശ്യം എന്താണെന്ന് തിരിച്ചറിയാതെ സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ റിസൾട്ട് ഉണ്ടാവില്ല.
അത് നിങ്ങൾ മാറ്റപ്പെടുത്തിയെടുക്കണമെന്നാണ് പറയാനുള്ളത്. ഇപ്പോൾ കോഴ്സുകൾ ഞാൻ പറഞ്ഞു, ലോ ഓഫ് അട്രാക്ഷൻ 2 തരത്തിലുണ്ട്. നിങ്ങൾ കുട്ടികൾക്ക് വേണം. കുട്ടികൾക്ക് ഇപ്പോൾ അടുത്ത സ്കൂളൊക്കെ വീണ്ടും തുറക്കുകയല്ലേ, +2 +1 ഒക്കെ അല്ലെ, ഡിഗ്രി ഒക്കെ, അങ്ങനെ പല അവർക്ക് വേണ്ടി വേറെ ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്സുകൾ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും ധനം മാത്രം വരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ച് ചെയ്യരുത്. അതിന്റെ കൂടെ പല കാര്യങ്ങളും നമ്മൾ ഒന്നിച്ചു കൊണ്ടുപോകണം. എങ്കിൽ മാത്രമേ ജീവിതം സ്വസ്ഥമാകുകയുള്ളൂ എന്ന് ഓർമ്മിപ്പിക്കുന്നു. അപ്പൊ നമുക്ക് എല്ലാവർക്കും അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ആൾ.